തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി നടത്തുന്ന ഗ്രീൻ ചാംസ് എന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ട പരിശീലനം ഇന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരിക, സുസ്ഥിരമായ ജീവിതരീതി കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ചടങ്ങിൽ ബഹുമാന്യ ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെപ്പറ്റി ജില്ലയിലെ വിവിധ സ്കൂളുകളുടെ പ്രധാന അധ്യാപകർക്കായി ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. മാലിന്യം ശരിയായ രീതിയിൽ വേർതിരിക്കുന്നതാണ് മാലിന്യ സംസ്കരണത്തിന്റെ ആദ്യപടിയെന്നും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരും ബോധവാന്മാരല്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. മാലിന്യത്തെ വളമായും മറ്റു വസ്തുക്കളായും പുനരുപയോഗിക്കാൻ കഴിയണം. ഒറ്റത്തവണ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും പ്രകൃതിയുടെ പുനരുജ്ജീവനത്തിനായി ലളിത ജീവിതം നയിക്കാൻ ഓരോരുത്തരും തയ്യാറാവുകയും വേണം. ഇതിലൂടെ ഒരു ഗ്രീൻ ചാമ്പ്യനെ വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും കളക്ടർ പറഞ്ഞു. വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് റീഫിൽ പേനകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാൻ കഴിയുന്ന ഫൗണ്ടൈൻ പേനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച ഗ്രീൻ ചാംപ്സ് ഇൻഷിഫ്റ്റ് പദ്ധതിയെപ്പറ്റിയും ജില്ലാ കളക്ടർ സംസാരിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി സൗഹൃദ വിദ്യാലയത്തിനെ ഈ പദ്ധതിയിലൂടെ കണ്ടെത്തും. ഈ പദ്ധതിയെപ്പറ്റിയുള്ള വിശദമായ ക്ലാസ് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീമതി സുജ PS, ജില്ലാ ഭരണകൂടം പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീമതി അനഘ എന്നിവർ അധ്യാപകർക്ക് നൽകി. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ അരുൺരാജ് PN, ശുചിത്വ മിഷൻ RPമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. How do we judge each other's value? We first try to judge a person by the looks. എന്ത് ധരിക്കുന്നുണ്ട്, ഏത് രീതിയിലുള്ള ബ്രാൻഡഡ് ക്ലോത്ത്സ് ആണ്, നല്ല ഭംഗി തോന്നുന്നുണ്ടോ ഇല്ലയോ, ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ വെച്ചിട്ടുണ്ടോ, how costly clothes one is wearing. Okay, that will be the first measure. We will try to judge a person by. രണ്ടാമത്തെ കാര്യം, ഇത്ര ശമ്പളമുള്ള ജോലി ചെയ്യുന്നുണ്ട്, എത്ര ലാഖുള്ള പാക്കേജ് കിട്ടിയിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറൊക്കെയിൽ, എത്ര വലിയ വണ്ടിയുണ്ട്, എത്ര വലിയ വീടുണ്ട്. And because of this artificial demand creation and the measurement of success in our society only by money, this is leading us to so many problems. Earlier our life was simple. I always remember, I'm not that old that I would remember Gandhi ji ka times, but at least I remember the times of my grandparents. Life was very simple. You had basic needs. Our basic need fulfill ചെയ്യുന്നതിനെ ആൾക്കാർ ബേസിക് ഉള്ള നല്ല ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യൂ. അവരുടെ നീഡ്സ് മീറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി സമയം ലൈഫിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, be it related to spirituality, talking to each other, playing, interacting, social interaction, അതൊക്കെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് മെന്റൽ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നമുക്ക് ഊരിന്റെ മുഖം മാറുക, അവരുടെ വീടിന്റെ മുഖം മാറുക, അതിലൂടെ സമൂഹത്തിന്റെ മുഖം മാറുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്. അതായത് ഒരു മിഠായി, കാരണം ഗ്രീൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു മിഠായി കിട്ടിയാല് അത് കഴിക്കുന്നതോടൊപ്പം അതിന്റെ കവറ് അത് മണ്ണിലേക്ക് ഇടാതെ തന്റെ ബാഗിൽ വേസ്റ്റ് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട്, അതായത് എപ്പോഴൊക്കെയും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുമോ അപ്പോഴൊക്കെ വേണ്ടി ഒരു ചെറിയ പോക്കറ്റ് കരുതുക. സാധാരണഗതിയിൽ പോക്കറ്റിലെ മറ്റുള്ള കുട്ടികളൊക്കെ